पासपोर्ट बीजेपी पूरी पासपोर्ट हाँ गुड गुड പ്രിയ സഹപ്രവർത്തകരെ, ഭാരതീയ ജനതാ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ 2021 ഡിസംബർ മാസം 19 ഭീകരവാദികൾ വീട്ടിൽ കയറി അറുകൊല ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻജിയുടെ രണ്ടാം ബലിദാന ദിനമാണ് ഈ ബലിദാന ദിനത്തിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ് ജിയാണ്. അദ്ദേഹത്തിന് OBC മോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം പറയുന്നു. അതോടൊപ്പം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് VK സജീവൻജിയാണ്. അദ്ദേഹത്തിന് OBC മോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം പറയുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടി സംബന്ധിക്കുന്നത് OBC മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ N അജിത് കുമാർ, OBC മോർച്ചയുടെ സംസ്ഥാന IT സെൽ കൺവീനർ ശ്രീ രാകേഷ് നാഥ്, പാർട്ടിയുടെ ഉത്തരമേഖല സെക്രട്ടറി ശ്രീ അജയ് നെല്ലിക്കോട്, പാർട്ടിയുടെ ഉത്തരമേഖല ട്രഷറർ TV ഉണ്ണികൃഷ്ണൻ, OBC മോർച്ചയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അജയ് ഘോഷ്, പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സുധീർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ അനുസ്മരണ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള OBC മോർച്ചയുടെ കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, സഹപ്രവർത്തകന്മാർ, പാർട്ടിയുടെ മറ്റു മോർച്ചകളുടെയൊക്കെ ഭാരവാഹികൾ, എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ യോഗ നടപടി നിയന്ത്രിക്കുന്നത് OBC മോർച്ചയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ നാരങ്ങ ശശിധരൻ അവരാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആരാധനായ ഇന്നത്തെ നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ് ജി, പ്രിയങ്കരായ കോഴിക്കോട്
ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ സജീവൻജി, ഉത്തരമേഖല ട്രഷറർ ശ്രീ ഉണ്ണികൃഷ്ണേട്ടൻ, മേഖലാ സെക്രട്ടറി ശ്രീ അജയ് നെല്ലിക്കോൾ, OBC മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ പി കെ അജിത് കുമാർ, സംസ്ഥാന IT സെൽ കൺവീനർ രാകേഷ് ജി, ജനറൽ സെക്രട്ടറിമാരായ ശ്രീ അനിൽകുമാർ, അജയ് ഘോഷ്, പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റും OBC മോർച്ചയുടെ ജില്ലാ പ്രഭാരിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് സുധീർ ജി, മറ്റ് OBC മോർച്ചയുടെ ജില്ലാ മണ്ഡലം നേതാക്കളെ, സമാരാധ്യരായ സഹപ്രവർത്തകരെ, നമസ്കാരം. നമുക്കറിയാം, 2 വർഷം മുന്നേ ഒരു പ്രഭാതം പൊട്ടിവിടുന്ന സമയത്ത് അന്ന് OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് എച്ച് ശ്രീനിവാസൻ 10 മണിക്ക് എറണാകുളത്ത് വെച്ചുള്ള സംഘടനാ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആലപ്പുഴയിലുള്ള തന്റെ വസതിയിൽ വെച്ച് അതിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തേക്ക് 2 മണിക്കൂർ യാത്രയ്ക്ക് എത്തിച്ചതിന് ശേഷം ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ആ സമയത്താണ് ആകസ്മികമായി അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ജിഹാദി ക്രിമിനൽ സംഘം അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും സ്വന്തം മാതാവിന്റെയും കൺമുന്നിൽ വെച്ച് സായുധരായിട്ടുള്ള ആക്രമി സംഘം അദ്ദേഹത്തെ വെട്ടിനുറുക്കി ജീവനെടുത്തത്. നമുക്കറിയാം, ഏതാണ്ട് 6ഓളം വാഹനത്തില് 12ഓളം ആളുകള് വലിയ മാരകമായിട്ടുള്ള ആയുധങ്ങളുമായിക്കൊണ്ടാണ് വീട്ടിലേക്ക് കയറി ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്തത്. ചിന്നിച്ചിതറിയിട്ടുള്ള ആ ശരീരം, ആ സംഭവം ഇന്നും നമ്മുടെ മായാതെ നമ്മുടെ സ്മൃതിപഥത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ജഡ്ജി ശ്രീനിവാസനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു കേസിലും പ്രതിയല്ല, ഒരാളോടും മറുത്തു വാക്ക് പറയുന്നതല്ല, എല്ലാവരുടെയും സ്നേഹവും അതേപോലെ തന്നെ സന്തോഷവും പിടിച്ചു വാങ്ങുന്ന അത്രയും സവിശേഷമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ കോടതിയിൽ അദ്ദേഹത്തിന്റെ കേസ്, പ്രതികൾക്ക് വേണ്ടി കേസ് ഏറ്റെടുക്കാൻ പോലും വക്കീൽമാർ തയ്യാറായില്ല എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വ്യക്തിത്വത്തിന്റെ, മഹത് വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷമായിട്ടുള്ള പ്രാധാന്യമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ഇത്തരം സന്ദർഭങ്ങൾക്ക് അപൂർവമായിട്ടുള്ളൂ. ഒരു കോടതിയിലെ പ്രതിക്ക് വേണ്ടി ഹാജരാവാൻ വക്കീലില്ലാത്ത അവസ്ഥ ഈ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്ത ബാറില് അങ്ങനെ ആ അദ്ദേഹത്തിനെതിരെ ഉള്ള ഒരു കേസ് വിളിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി ഒരാൾ തയ്യാറില്ല. അത്രമാത്രം പ്രതിബദ്ധതയുള്ള, അല്ലെങ്കിൽ സമൂഹത്തോട് പ്രതിബദ്ധതയും സമൂഹത്തിന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ശ്രീനിവാസൻ എന്ന് നമുക്കറിയാൻ കഴിയും. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അദ്ദേഹം ആ ഭാഗത്തുള്ള ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സംഘടനാ പ്രവർത്തനത്തില് വലിയ, പ്രത്യേകിച്ച് കടലോര മേഖലയിലെ അദ്ദേഹത്തിന്റെ സ്വാധീനം അതിഭയാനകമായിട്ട് അതിവിശേഷമായിട്ടുള്ള സ്വാധീനമായിരുന്നു അദ്ദേഹത്തിന് ഈ കടലോര മേഖലകളൊക്കെ ആ വിഭാഗത്തിനൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഈ രാജ്യദ്രോഹ ശക്തികൾക്ക് ലക്ഷ്യം വെക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടുതൽ അനുവദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷയില്ല എന്നല്ലേ അവരുടെ സ്വൈരവിഹാരത്തിന് തടസ്സമായി വരും എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള കഠിനമായുള്ള തീരുമാനങ്ങളും ഒക്കെ എടുത്ത് അദ്ദേഹത്തിന് വകവരുത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഏതായാലും ശരി, ഞാൻ കുടുംബത്തിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ആരാധന ടെൻഷനാസ്തി ഉണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ജീവത്യാഗം വൃഥാവിലായില്ല എന്നും മാത്രം നാം തെളിയിച്ചുകൊണ്ട്, വൃഥാവിലാവില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട്, ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ആദർശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ, മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ജീവിത സഖിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പത്നിയും അദ്ദേഹത്തിന്റെ മക്കളും ഒക്കെ അച്ഛൻ തുടങ്ങി വെച്ചിട്ടുള്ള ആ പാതയിലൂടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിവിധ പ്രസ്ഥാനങ്ങളിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആവേശകരമായിട്ടുള്ള രംഗമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതൊക്കെ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ആ
ദീപശിഖ നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ പാർട്ടിയുടെ ആരാധനായിട്ടുള്ള ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസിയെ ക്ഷണിച്ചു. ആദരണീയനായ അധ്യക്ഷനും OBC മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ ശശിധരൻ, BJPയുടെ ആദരണീയനായ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് PK സജീവൻ, BJPയുടെ മേഖലാ ട്രഷറർ ശ്രീ TV ഉണ്ണികൃഷ്ണൻ, OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അജിത് കുമാർ, അതേപോലെ BJPയുടെ മേഖലാ സെക്രട്ടറി ശ്രീ അജയ് നെല്ലിക്കോട്, പാർട്ടിയുടെ സമാദരണീയനായ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ അഡ്വക്കേറ്റ് സുധീർ, OBC മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ M അനിൽകുമാർ, ശ്രീ അജയ് ഘോഷ്, IT സെല്ലിന്റെ കൺവീനർ ശ്രീ രാജേഷ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നമസ്കാരം. ആദർശത്തിന്റെ ബലിപീഠത്തിൽ ജീവത്യാഗം ചെയ്ത, ജീവൻ സമർപ്പിച്ച നമ്മുടെ ഏറെ പ്രിയങ്കരനായ ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമേ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ബലിദാനത്തിന് 2 വർഷം പൂർത്തിയാവുകയാണ്. 2021 ഡിസംബർ മാസം 19-ാം തീയതി കാലത്തായിരുന്നു തീവ്രവാദ സംഘങ്ങൾ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി മാതാവിൻ്റെയും ധർമ്മപത്നിയുടെയും കുട്ടികളുടെയും മുന്നിലിട്ട് രഞ്ജിത്ത് ശ്രീനിവാസനെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തുകയുണ്ടായി. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ശ്രീനിവാസനെ അതിദാരുണമാം വിധം മത തീവ്രവാദ ശക്തികൾ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ആർക്കും ഒരു ഉപദ്രവവും രഞ്ജിത്ത് ശ്രീനിവാസൻ ചെയ്തിട്ടില്ല. എല്ലാവർക്കും പ്രിയങ്കരൻ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യനായി. അദ്ദേഹത്തിന്റെ ജോലി അഭിഭാഷക വൃത്തിയാണ്. കോടതിയിൽ അഭിഭാഷകർക്ക്, മജിസ്ട്രേറ്റുമാർക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വലിയ മതിപ്പായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിനിടയിൽ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസത്തിനപ്പുറത്ത് എല്ലാവരും സ്നേഹിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകരായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ. പക്ഷെ ഇത്രയും മാതൃകാപരനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. മാത്രമല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ട് ബാല്യകാലം മുതൽക്ക് തന്നെ ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള രഞ്ജിത്തിനെയാണ് വളരെ ആസൂത്രിതമായിട്ട് മതഭീകരവാദികൾ കൊലപ്പെടുത്തിയത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വേർപാട് നമ്മെ സംബന്ധിച്ച് ഉണങ്ങാത്ത മുറിവാണ്, പക്ഷെ വറ്റാത്ത പ്രചോദനമാണ്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വേർപാട് നമുക്ക് ഉണ്ടാക്കിയ ആ മുറിവുണ്ടല്ലോ, ഹൃദയത്തിൽ ഉണ്ടാക്കിയ മുറിവ്, അത് ഉണങ്ങാൻ പ്രയാസം, ഉണങ്ങാത്ത മുറിവാണ്. പക്ഷേ നമുക്കെന്നും ഉദാത്തമായ ലക്ഷ്യത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ പരമായ വൈഭവത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തെ ജഗദ്ഗുരുസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിൽ
രഞ്ജിത് ശ്രീനിവാസന്റെ വേർപാട് ബലിദാനം അതൊരു പ്രേരണാ സ്രോതസ്സായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ തീവ്രവാദ സംഘങ്ങൾ ആസൂത്രിതമായിട്ടാണ് രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. കാരണം രഞ്ജിത് ശ്രീനിവാസൻ നടത്തിയത് കടലോര മേഖലയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം. കടലോരം എന്ന് പറയുന്നത് ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം. രാജ്യത്തിന്റെ ഏതാണ്ട് 600 കിലോമീറ്റർ കടലോര മേഖലയാണ്. ആ കടലോര മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളില് ദേശാഭിമാന ബോധവും ദേശസ്നേഹവും വളർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ യഥാർത്ഥ സൈനികരായി, ഒരു രണ്ടാം സേനയായി ഈ വിഭാഗത്തെ മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ 600 കിലോമീറ്റർ വരെ വരുന്ന കടലോര മേഖല അത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ, ഐക്യത്തെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ടതാണ്. അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ അതിർത്തി, ആ മേഖല കാത്തു സൂക്ഷിക്കുന്നത് നമുക്ക് നാവികസേനയുണ്ട്. പക്ഷെ ആ നാവികസേനക്കപ്പുറത്ത് നമ്മുടെ ഒരു രണ്ടാം സേനയായി, സൈന്യമായിട്ട് ഇക്കാലം അത്രയും പ്രവർത്തിച്ചത്, മാറിയിരുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. അവരാണ് രാജ്യത്തിന്റെ നമ്മുടെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിച്ചത്. അക്കാര്യത്തിൽ അവർ വലിയ സ്തുത്യർഹമായ പങ്കാണ് വഹിക്കുന്നത്. അപ്പൊ ആ മേഖലയിൽ സമൂഹത്തെ രാഷ്ട്രോന്മുഖമായിട്ട് ആ മേഖലയിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള ഈ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യമായ പങ്ക് ശ്രീ രഞ്ജിത് ശ്രീനിവാസൻ വഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആസൂത്രിതമായ രീതിയിൽ കൊലപ്പെടുത്താൻ കാരണം. മാത്രമല്ല, ഇത് രഞ്ജിത് ശ്രീനിവാസന്റെ കാര്യം മാത്രമല്ല, ഈ രാജ്യദ്രോഹികളുടെ കഴുകൻ കണ്ണുകൾ കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ പതിഞ്ഞതിന് മറ്റു പ്രധാന കാരണങ്ങളുണ്ട്. മറ്റു രാജ്യത്ത് ഒരിടത്തുമില്ലാത്ത രീതിയിൽ ഈ രാജ്യദ്രോഹികളുടെ കഴുകൻ കണ്ണ് കേരളത്തിന്റെ കടൽ തീരങ്ങളിലാണ് പതിഞ്ഞത്. അതിന് യഥാർത്ഥ കാരണങ്ങളുണ്ട്. 600 കിലോമീറ്റർ വരുന്നതിന് നമ്മുടെ കേരളത്തിൽ 535-550 കിലോമീറ്റർ മാത്രമേ കേരളത്തിൽ വരുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലെ കടൽ തീരങ്ങളില് ഈ ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് അടുക്കാൻ സാധ്യമല്ല. കാരണം അതൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ്. പക്ഷെ കേരളത്തിന്റെ കടലോരങ്ങളിൽ തീവ്രവാദ സംഘടനക്ക്, ഭീകരവാദ സംഘടനക്ക് താവളമുറപ്പിക്കുക എന്ന നിഗൂഢമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ രാജ്യദ്രോഹിയുടെ കഴുകൻ കണ്ണ് കേരളത്തിന്റെ കടൽ തീരത്ത് പതിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് 2003 മെയ് മാസം 3-ാം തീയതി നമ്മുടെ മാറാട് കടപ്പുറത്ത് 8 സഹപ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ ഇതേ തീവ്രവാദ സംഘം കൊലപ്പെടുത്തി. അപ്പൊ ഈ കടപ്പുറത്ത് പ്രവർത്തിക്കുന്ന, നമ്മുടെ രാജ്യസ്നേഹപരമായ പ്രവർത്തനം നടത്തുന്ന BJP ആയാലും RSS ആയാലും അവരിലെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തി ഈ മേഖലയിൽ എല്ലാവർക്കും ഇടയിൽ ഒരു ഭീതി സൃഷ്ടിക്കുക, അതിലൂടെ രാജ്യസ്നേഹ പ്രവർത്തനത്തിന് എല്ലാവരെയും പിന്തിരിപ്പിക്കുക, അതിലൂടെ ഈ രാജ്യദ്രോഹികൾക്ക് യഥേഷ്ടം വിഹരിക്കാവുന്ന മേഖലയായി നമ്മുടെ കടൽ തീരത്തെ മാറ്റുകയും രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുക എന്നുള്ള ഈ തീവ്രവാദ ശക്തികളുടെ നീക്കമാണ്, അല്ലെങ്കിൽ ശ്രമമാണ് ഇതിന്റെയൊക്കെ പുറകിലുള്ളത്. ഒരു വലിയ ഹിഡൻ അജണ്ട ഈ കടലോരത്ത് നടക്കുന്ന കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവർ കേരളത്തിന്റെ കടൽ തീരം തെരഞ്ഞെടുക്കാൻ കാരണം? അവിടെയാണ് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും സഹകരണം ഈ തീവ്രവാദ സംഘടനകൾക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഏറ്റവും തീവ്രവാദ പ്രവർത്തനം, ഭീകര പ്രവർത്തനം നടന്നിരുന്നത് കാശ്മീരിലായിരുന്നു. കാശ്മീരിൽ പാകിസ്ഥാനുമായി, ബംഗ്ലാദേശുമായി, ചൈനയുമായി അതിർത്തി പങ്കുവെക്കുന്നുണ്ട്.
അതിലൂടെയാണ് ആ അതിർത്തികളിലൂടെയായിരുന്നു പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും അതേപോലെ ചൈനയുടെയൊക്കെ സഹകരണത്തോടുകൂടി തീവ്രവാദ സംഘങ്ങൾ നുഴഞ്ഞു കയറി കാശ്മീരിനകത്ത് അതുവഴി രാജ്യത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. പക്ഷെ ഇപ്പോഴ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തീവ്രവാദ സംഘങ്ങളുടെ പ്രവർത്തനത്തിനായി തീവ്രവാദ സംഘടനകളുടെ അടിവേരുകൾ അറുത്തു മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 50 വർഷക്കാലം തീവ്രവാദ പ്രവർത്തനം എത്രയോ താഴോട്ട് പോന്നിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനം, ഭീകര പ്രവർത്തനം, തീവ്രവാദ പ്രവർത്തനം ഏതാണ്ട് അവസാനിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ കാശ്മീരിൽ രക്ഷയില്ല എന്ന് ഈ പാക് ചൈനീസ് തീവ്രവാദ സംഘങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ മറ്റൊരു കാശ്മീരിന് പകരം മറ്റൊരു താവളമായി കേരളത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാശ്മീരിൽ ഇല്ലാത്തൊരു സാഹചര്യം എന്താ കേരളത്തിലുള്ളത്? കാശ്മീരില് അവർക്ക് ഭരണകൂടങ്ങളൊന്നും അനുകൂലമല്ല. കാരണം കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ അവർക്ക് അനുകൂലമായി ഗവൺമെന്റിൽ നിന്ന് അവർക്ക് അനുകൂലമായിട്ട് യാതൊരു സഹായവും സഹകരണവും ലഭിക്കില്ല. പക്ഷെ കേരളത്തിൽ ഭരണപക്ഷത്തിന്റെ സഹായവും സഹകരണം മാത്രമല്ല പ്രതിപക്ഷത്തിന്റെയും കിട്ടും. അതാണ് ഈ കേരളത്തിൽ തീവ്രവാദ സംഘങ്ങൾ വളർന്നു വരാനുള്ള കാരണം. അതുകൊണ്ടാണ് കേരളത്തെ അവർ ഈ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നത്. അതിനവർക്ക് തടസ്സം നിൽക്കുന്ന സംഘടന BJP ആണ്, RSS ആണ്. അതുകൊണ്ട് അവരുടെ പ്രവർത്തകന്മാരെ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന RSS BJP പ്രവർത്തകന്മാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് അവരുടെ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ആലപ്പുഴ ജില്ലയില് രഞ്ജിത്തിന്റെ കൊലപാതകത്തിന് മുമ്പ് നന്ദുവിന്റെ കൊലപാതകം നടന്നു. അതേപോലെ തന്നെ ചാവക്കാട് നമ്മുടെ സഹപ്രവർത്തനം കൊലപ്പെടുത്തി. പാലക്കാട് നമ്മുടെ 2 പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തി. ഇങ്ങനെ ഈ വളരെ ആസൂത്രിതമായിട്ട് വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് അവർ തെരഞ്ഞു പിടിച്ചാണ് നമ്മുടെ സഹപ്രവർത്തകന്മാരെ കൊലപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ അവർ ജിഹാദികളുമായിട്ടുള്ള സഖ്യം ഇനി എത്രമാത്രം ശക്തിപ്പെടുത്തിയാലും പൊതുസമൂഹം, കേരളത്തിലെ പൊതുസമൂഹം, അത് ശരാശരി കോൺഗ്രസുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ആരായാലും ഈ ഒരു പുതിയ സഖ്യം രൂപപ്പെട്ടു വരുന്നുണ്ടല്ലോ, അതിനെതിരായിട്ടുള്ള വലിയ അമർഷം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഹമാസ്, നമ്മുടെ പാലസ്തീൻ ഐക്യദാർഢ്യമൊക്കെ നമ്മൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഹമാസിനോടുള്ള ഐക്യദാർഢ്യമാണ്. സത്യത്തിൽ ഹമാസ് എന്ന് പറയുന്ന ആഗോള മുസ്ലിം തീവ്രവാദ സംഘടന LDFന്റെ ഘടകകക്ഷിയാണ്, UDFന്റെയും ഘടകകക്ഷിയാണ്. പക്ഷെ ഹമാസ് എന്ന പേരിലല്ല ഉള്ളത് എന്നുള്ളത് മാത്രം. ഇപ്പൊ നടക്കുന്ന SDPI, PFI എന്ന് പറയുന്ന പല രീതിയിലാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇത് LDFന്റെയും ഘടകകക്ഷി, UDFന്റെയും ഘടകകക്ഷി. ഗണിതശാസ്ത്രത്തിൽ പറഞ്ഞാൽ പൊതുഗുണിതാണ്. ഈ ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന LDFന്റെയും അതേപോലെ UDFന്റെയും ഒക്കെ ചങ്ങാതിമാരാണ്. ഈ LDFനെയും UDFനെയും യോജിപ്പിക്കുന്ന പാലം എന്ന് പറയുന്നത് ഈ തീവ്രവാദ സംഘങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം LDFും UDFും മത്സരിച്ച് നടത്തുക. മാത്രമല്ല ഇതില് ഈ സഖ്യം നോക്കൂ, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, അതേപോലെ തന്നെ കമ്മ്യൂണലിസ്റ്റ് സഖ്യം 3 C. ഒന്ന് കമ്മ്യൂണിസ്റ്റ്, ഒന്ന് കമ്മ്യൂണലിസ്റ്റ്, മറ്റൊന്ന് കോൺഗ്രസ്. കമ്മ്യൂണലിസ്റ്റ് എന്ന് പറയുന്നത് ജിഹാദി വർഗീയവാദികൾ. അപ്പൊ കമ്മ്യൂണിസ്റ്റ്, കമ്മ്യൂണലിസ്റ്റ്, കോൺഗ്രസ് C³ സഖ്യം. ഈ C³ സഖ്യം രാജ്യവിരുദ്ധ സഖ്യമാണ്, ദേശവിരുദ്ധ സഖ്യമാണ്. ഈ സഖ്യം സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് 47 കാലഘട്ടത്തിലുണ്ടായിരുന്നു. കമ്മ്യൂണലിസ്റ്റ് പാർട്ടി, അതായത് മുസ്ലിം ലീഗ് നേതാവായ ജിന്നയാണ് പാകിസ്ഥാൻ പ്രമേയം കൊണ്ടുവന്നത്. ജിന്ന കൊണ്ടുവന്ന പാകിസ്ഥാൻ പ്രമേയത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായ ജോഷി അതിനനുകൂലിച്ചു, ശരിയാണെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതാവായിട്ട് ജവഹർലാൽ നെഹ്റു അത് അംഗീകരിച്ചു കൊടുത്തു. അപ്പൊ ജിന്നയും ജോഷിയും ജവഹർലാൽ നെഹ്റു, അതായത്
കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്, ഈ ത്രികക്ഷി സഖ്യമാണ് രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെട്ടിക്കുറിച്ചത്. ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സഖ്യം വീണ്ടും നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. ഇത് ഒരു അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വീണ്ടും ഭാരതത്തിന്റെ വിഭജനം ഉണ്ടാവുകയോ, എല്ലാറ്റിനും മതം കലർത്തിക്കൊണ്ട് ഒരു വിഭജനത്തിലേക്ക് ഭാരതത്തെ നയിക്കാൻ ഈ സി ക്യൂബ്ഡ് സഖ്യം അവരുടെ പ്രവർത്തനം അതിലേക്കാണ് ചെന്നെത്തുന്നത്. പക്ഷെ ഒരു കാര്യം, 47 രാഷ്ട്രീയമല്ല ഇന്ന് 2023 രാഷ്ട്രീയം. ഇന്ന് ഈ തീവ്രവാദ സംഘങ്ങളും ഭീകരവാദികളെയും നട്ടലൊടിക്കാനുള്ള ചങ്കൂറ്റമുള്ള ഗവൺമെന്റ് രാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും ആത്മവിശ്വാസം നൽകുന്നത്. അതുകൊണ്ട് ഏതായാലും ഇവരുടെ ഈ തീവ്രവാദികളുടെയും അവർക്ക് എല്ലാ സഹകരണവും സഹായവും തേടുന്ന വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഈ ഭീകരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെയും കോൺഗ്രസിന്റെയും ആ നിലപാടുകൾക്കെതിരെ കേരളത്തിൽ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ വലിയ ജനരോഷം ഉയർന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഇന്നൊരു സമ്പർക്കത്തിന് പോയ സമയത്ത് ഒരു പള്ളിയിലെ അച്ഛൻ പറയുകയുണ്ടായി, ഒന്ന്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ CPM നിലപാടിനെ അതിരൂക്ഷമായി വിമർശിച്ചു. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ഈ CPM ഈ നിലപാടിനെ വിതച്ചുണ്ടാൻ കോൺഗ്രസിന് സാധ്യമല്ല. നിങ്ങളിലാണ് പ്രതീക്ഷ. പള്ളിയിലെ അച്ഛനാണ്. നിങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. അപ്പോ ഈ 3 കാര്യമുണ്ടല്ലോ. ഒന്ന്, CPM അത് ഈ ഇന്നത്തെ നിലപാട് ദേശവിരുദ്ധ ജനവിരുദ്ധ നിലപാട്, അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല എന്നുള്ള മനോഭാവം. അതോടൊപ്പം BJP പ്രതീക്ഷ അർപ്പിക്കുന്ന പുതിയൊരു രാഷ്ട്രീയം. ഇത് കേവലം ഒരു പള്ളി അച്ഛൻ്റെത് മാത്രമല്ല, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മാനസിക അവസ്ഥയാണ്. ഇതൊരു പുതിയ കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു പുതിയ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാനുള്ളത് രാജ്യത്താകമാനം അലയടിച്ചുയരുന്ന ഒരു ദേശീയതയുടെ, ദേശസ്നേഹത്തിന്റെ, വികസനത്തിന്റെ, ഈ ജനക്ഷേമത്തിന്റെ ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയത്തോടൊപ്പം കേരളവും മന്ദം മുന്നോട്ട് പോകുന്നു, അതിനോട് ചേർന്ന് നിൽക്കുന്നു കേരളം എന്നതിന്റെ സൂചനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറയാൻ കാരണം, രഞ്ജി ശ്രീനിവാസന്റെ ബലിദാനം പാഴായി പോയിട്ടില്ല. അത് കേരളത്തിൽ നമുക്ക് വീണ്ടും ഉയർന്നു വരാൻ, നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഈ ബലിദാനം പ്രേരകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് രഞ്ജി ശ്രീനിവാസൻ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ജീവത്യാഗം ചെയ്തത്, ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കൂടുതൽ ജാഗ്രതയോടുകൂടി, കൂടുതൽ വേഗതയോടുകൂടി, കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ള പ്രതിജ്ഞയാണ് ഈ ദിവസത്തില് നമുക്ക് എടുക്കാനുള്ളത്. വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞെങ്കിലും രഞ്ജി ശ്രീനിവാസൻ കേരളത്തിലെ ലക്ഷാവധി ദേശസ്നേഹികളുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരെ സൂചിപ്പിച്ചത്, ഒരു ഉണങ്ങാത്ത മുറിവും വറ്റാത്ത പ്രചോദനവുമാണ് രഞ്ജി ശ്രീനിവാസന്റെ ബലിദാനം എന്നുള്ളത്. കവി പാടിയതുപോലെ, 100 വെട്ടിനാൽ തീർക്കുവാനാകില്ല നേര് കാക്കാൻ വന്ന പോരാളി. 100 വെട്ടിനാൽ തീർക്കുവാനാവില്ല നേര് കാക്കാൻ പിറന്ന പോരാളിയെ. വീണതല്ലവൻ വീണ്ടും ഉയർത്തുവാൻ വിത്ത് പോലെ മറഞ്ഞിരിപ്പുണ്ടവൻ. അതായത് ബലിദാനികൾ ഒന്നും തന്നെ അവരുടെ ഭൗതിക ശരീരം വിട്ടുപോയതുകൊണ്ട്, അല്ലെങ്കിൽ ഭൗതിക ശരീരം നശിപ്പിച്ചതുകൊണ്ട് അവരില്ലാതായി എന്ന് കരുതണ്ട. അതായത് വീണതല്ലവൻ വീണ്ടും ഉയർത്തുവാൻ വിത്ത് പോലെ മറഞ്ഞിരിപ്പുണ്ടവൻ. ആ വിത്തിൽ നിന്നും ഇനിയും ഒരുപാട് ഇവിടെ രഞ്ജി ശ്രീനിവാസന്മാർ ഉയർത്തെഴുന്നേൽക്കും. നിലവിൽ പ്രവർത്തിക്കുന്ന രഞ്ജി ശ്രീനിവാസൻ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണയും പ്രചോദനവുമായിട്ട് അദ്ദേഹത്തിന്റെ ബലിദാനം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും രഞ്ജി ശ്രീനിവാസനെ പോലെ ഉശിരന്മാരായ 100 കണക്കിന് പ്രവർത്തകന്മാർ കുഴിമാടത്തിലേക്ക് പോയിട്ടുണ്ട്. ആ കുഴിമാടത്തിലേക്ക് പോകുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ആദർശത്തിന്റെ തീപന്തം അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കൂടുതൽ ജാഗ്രതയോടുകൂടി, കൂടുതൽ വേഗതയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്
ഈ OBC മോർച്ചയുടെ കോഴിക്കോട് ജില്ലാ ഘടകം സംഘടിപ്പിച്ച രഞ്ജി ശ്രീനിവാസൻ അനുസ്മരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ശ്രീ രഞ്ജി ശ്രീനിവാസന്റെ ഈ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ഒരു പിടി കാവിപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതിന് മുന്നേ നമുക്ക് ആരാധനായിരുന്ന ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ സജീവ്ജി നമുക്ക് സംസാരിക്കും. സൂചിപ്പിച്ചതുപോലെ അനുസ്മരണത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 പരിപാടികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട്. ഈ ഔപചാരികമായിട്ടുള്ള കൈമാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പല വേദികളിലായിട്ട്. അതോടൊപ്പം തന്നെ ഇവിടെയും അത് അനിവാര്യമാണ് എന്ന് തോന്നുകയാണ്. അതിലൊന്ന് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളേവരും കുറച്ചു ദിവസമായി തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കാർഡുകളും പ്രഖ്യാപനങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുപ്രധാനമായിട്ടുള്ള വിവരം എന്ന് സൂചിപ്പിച്ചത് നമ്മളൊക്കെ വിചാരിച്ചത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം അതിനു വേണ്ടി വരില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിശ്ചയിച്ചതനുസരിച്ച് ജനുവരി മാസം 3-ാം തീയതിയാണ് പ്രധാനമന്ത്രി വരുന്നത്. 3-ാം തീയതി 3 മണിയാണ് ഇപ്പോഴത്തെ പരിപാടി. നമ്മളോട് ആവർത്തിക്കുന്നത് നേരത്തെ ഡേറ്റ് 2 ആയിരുന്നു, സമയം 12 മണിയായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന വിവരം ജനുവരി 3-ാം തീയതി 3 മണി എന്നുള്ളതാണ്. 2 തരത്തിലുള്ള പരിപാടികളാണ് അതിനെ സംബന്ധിച്ച് ആസൂത്രണം ചെയ്യുന്നത്. ഒന്ന് 2 ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുന്ന വനിതാ സമ്മേളനം. അതിന് പ്രാധാന്യം എല്ലാവർക്കും അറിയാം. വനിതാ ബില്ല് പാസാക്കിയതിന് ശേഷം രാജ്യത്തെ ഏതാണ്ട് ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീജനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം അതിലൂടെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്നുള്ള നിലയിൽ വനിതാ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്, യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം പ്രധാനമന്ത്രി എത്ര മണ്ഡലത്തിൽ പോകണം എന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ